എന്റെ ചേച്ചിയില്ലാത്തൊരു ലോകം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ആംബുലൻസിന്റെ പിൻ സീറ്റിൽ ഞാനായിരുന്നു. എന്റെ മടിയിൽ ചേച്ചിയുടെ തലയുണ്ടായിരുന്നു. ആളുകൾ ചുറ്റും കൂടി കരയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കരച്ചിൽ വന്നില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നിച്ചു. വീട്ടിലെത്തിച്ചപ്പോൾ ചേച്ചിയെ തറയിൽ കിടത്തി. ആളുകൾ വന്നു പോകുന്നു, എന്തൊക്കെയോ പറയുന്നു. ചേച്ചിയെ എടുത്തു കൊണ്ടുപോകുമ്പോൾ ഞാൻ അലറിക്കരഞ്ഞു. ചേച്ചിയുടെ മരണശേഷം ആ വീട് ഒരു ശ്മശാനം പോലെയായി. ചേച്ചിയുടെ മുറിയിൽ കയറാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. പതിയെ പതിയെ ഞാൻ ആ മുറിയിൽ കയറാൻ തുടങ്ങി. ചേച്ചിയുടെ ഓർമ്മകളെങ്കിലും എനിക്ക് വേണമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രിയിൽ എന്തോ ഒരു പ്രത്യേക ഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചതുപോലൊരു മണം. ഞാൻ എല്ലായിടത്തും നോക്കി, പക്ഷെ അങ്ങനെയൊന്നും കണ്ടില്ല. ആദ്യം ഒരു തോന്നലായിരിക്കുമെന്ന് കരുതി. പക്ഷെ ദിവസവും രാത്രിയാകുമ്പോൾ ആ ഗന്ധം മുറിയിൽ നിറയും. അതെന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. ഒരു ദിവസം രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. ചേച്ചിയുടെ ഓർമ്മകൾ എന്നെ അലട്ടാൻ തുടങ്ങി. ദാഹിച്ചപ്പോൾ വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് പോയി. തിരികെ മുറിയിലേക്ക് വരുമ്പോൾ എന്റെ മുറിയുടെ വാതിൽ പാതി ചാരിയിരിക്കുന്നു. വാതിൽക്കലെത്തിയപ്പോൾ ഉള്ളിൽ ആരോ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഒരു നിഴൽ രൂപം. ഞാൻ ഭയന്ന് വിറച്ചു. ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു. അപ്പോൾ ആ നിഴൽ അവിടെയില്ല. പക്ഷേ ഞാൻ ആ മുറിയിൽ തനിച്ചല്ല എന്ന് എനിക്ക് തോന്നുവാൻ തുടങ്ങി. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, കട്ടിലിന്റെ മറുഭാഗത്ത് ഒരു ഭാരം അനുഭവപ്പെടാൻ തുടങ്ങി. ആരോ എന്റെ അടുത്ത് കിടക്കുന്നത് പോലെ. എന്റെ സർവ്വധൈര്യവും സംഭരിച്ച് ഞാൻ തല തിരിച്ചു നോക്കി. എന്റെ തൊണ്ട വരണ്ടു. നെഞ്ച് പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നി. അത് ചേച്ചിയായിരുന്നു. ആംബുലൻസിൽ ഞാൻ കണ്ട അതേ രൂപം. ആ മുഖം മെല്ലെ എന്റെ നേർക്ക് തിരിഞ്ഞു. അടഞ്ഞ കണ്ണുകൾ തുറക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ മുറിയിൽ നിന്നും ഇറങ്ങിയോടി. ആ സംഭവത്തിന് ശേഷം ഞാൻ അച്ഛൻ്റെ കൂടെയാണ് കിടന്നിരുന്നത്. പക്ഷേ ചേച്ചിയുടെ മുറിയിൽ നിന്നും രാത്രികാലങ്ങളിൽ ചില ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. പാദസരം കിലുങ്ങുന്നതും വളകൾ മുട്ടുന്നത് പോലെ. ചന്ദനത്തിരിയുടെ ഗന്ധം ഇപ്പോഴും ആ മുറിയിലുണ്ട്. ചിലപ്പോൾ അത് മുറിക്ക് പുറത്തേക്ക് വരും. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ചേച്ചി എന്നെ കാണാൻ വരുന്നുണ്ട് എന്ന്. രാത്രി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മുറ്റത്തെ ഇരുട്ടിൽ ഒരു വെളുത്ത രൂപം മിന്നിമറയുന്നത് പോലെ തോന്നും. എന്റെ പേര് ചൊല്ലി വിളിക്കുന്നത് പോലെ ഞാൻ കേൾക്കും. മറ്റാരും അതൊന്നും അറിയുന്നില്ല. എല്ലാവരും പറയുന്നു അതെന്റെ തോന്നലുകളാണ് എന്ന്. പക്ഷേ എനിക്കറിയാം, അതൊന്നും തോന്നലായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് ആ വീടിനെ പേടിയാണ്, ആ മുറിയെ പേടിയാണ്. ഓരോ രാത്രിയെയും ഞാൻ ഭയക്കുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു സത്യമുണ്ട്, ചേച്ചി എന്നെ വിട്ടുപോയിട്ടില്ല. സ്നേഹമുള്ളവർ മരിച്ചാൽ അവർ നമ്മെ വിട്ടുപോകില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ്. അവരുടെ പ്രസൻസ് നമുക്ക് ചുറ്റുമുണ്ടാകും. ആ പ്രസൻസ് നമ്മളെ ചിലപ്പോൾ സ്നേഹത്തോടെ തലോടാം, മറ്റു ചിലപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന പോലെ ഭയത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിടാം. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഇപ്പോഴും കാണുന്നത് എൻ്റെ ചേച്ചിയുടെ മുഖമാണ്. അവൾ എന്നെ നോക്കുന്നുണ്ട്. അവൾ ഇവിടെയുണ്ട്, എൻ്റെ കൂടെ.